മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ അനുമോൾക്കും നൂറയ്ക്കും ബിഗ് ബോസിന്റെ വാർണിംഗ് ലഭിച്ചിരിക്കുകയാണ്. ബിഗ് ബോസിന്റെ റൂളിലുള്ള ഒരു കാര്യമാണ് നോമിനേഷനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല, ആരെയും നോമിനേറ്റ് ചെയ്യാൻ ഒരു വ്യക്തിയെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്ന്. നോമിനേഷനെ കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു ആദിലയും നൂറയും അനുമോളും. ആ സമയത്താണ് ബിഗ് ബോസിന്റെ വാർണിംഗ് ലഭിച്ചത്. നൂറയ്ക്ക് ഈ ആഴ്ചയും ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള പവറുണ്ട്. അതിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു 3 പേരും. കഴിഞ്ഞ തവണ ഇതുപയോഗിച്ച് നൂറ നോമിനേറ്റ് ചെയ്തത് ആര്യനെയാണ്. എന്നാൽ ഈ തവണ ആരെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ളൊരു ചർച്ചയായിരുന്നു. കാരണം വീക്കായ പ്ലെയറെ നോമിനേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറെ നോമിനേറ്റ് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷൻ നൂറയ്ക്ക് ഇപ്പോഴുണ്ട്. നൂറ പറയുന്നത് വീക്കായിട്ടുള്ള ഒരു പ്ലെയറെ നോമിനേറ്റ് ചെയ്താൽ അവിടെ നമുക്കൊരു സേഫ് പ്ലേ കളിക്കാം, അതായത് വോട്ടിങ്ങിൽ നമുക്ക് കുറച്ച് സേഫ് ആവാം എന്നാണ്. എന്നാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറെ നോമിനേറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം വരും. കാരണം ഇവർ തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു 5 പേരെ ഒരുമിച്ച് നോമിനേഷനിലിടണം, അതിൽ നിന്നും ആരെങ്കിലും ഔട്ടാക്കി കളയണം, അങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതെന്ന്. എന്നാൽ നൂറയ്ക്ക് ഇപ്പോൾ ഒരു പേടി, സ്ട്രോങ് ആയിട്ടുള്ള ആരെങ്കിലും നൂറ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്താൽ ആ വ്യക്തി ഔട്ടായി പോയില്ലെങ്കിൽ നൂറയുടെ നോമിനേഷൻ പവർ വെറുതെയായി പോകുമെന്നാണ് നൂറ പറയുന്നത്. കാരണം നൂറയുടെ അവസാനത്തെ ഡയറക്റ്റ് നോമിനേഷൻ പവറുള്ള വീക്കാണിത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു 3 പേരും. ആ സമയത്താണ് ബിഗ് ബോസിന്റെ വാർണിംഗ് ലഭിച്ചത് ആദിലയ്ക്കും നൂറയ്ക്കും അനുമോൾക്കും. ചർച്ചയ്ക്കൊടുവിൽ നൂറ ആരെ നോമിനേറ്റ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.